ഞാൻ ഏത് ഷേപ്പിൽ തിരിച്ചു വരുമെന്ന് എനിക്ക് നിശ്ചയമില്ല. ഇവിടെ ദേശീയപാത നടക്കില്ല എന്നൊക്കെ പറഞ്ഞിരുന്നു. ദേശീയപാത നടക്കില്ല എന്ന് പറയുന്നതും ഇപ്പോൾ ദേശീയപാത വികസനം ഈ രാജ്യത്ത് നടപ്പിലാക്കുകയും ചെയ്തതിന്റെ പിന്നിലെ പ്രയത്നം ആരുടേതാണെന്ന് താങ്കൾക്കറിയാമോ? അതായത് ഉത്തമ മനസ്സിലായി 2013 UPA സർക്കാരിന്റെ കാലത്ത് ഉണ്ടാക്കിയിട്ടുള്ള റൈറ്റ് ടു ഫെയർ കോമ്പൻസേഷൻ ആൻഡ് ട്രാൻസ്പെറൻസി ഇൻ ലാൻഡ് അക്വിസിഷൻ റിഹാബിലിറ്റേഷൻ ആൻഡ് റീസെറ്റിൽമെന്റ് ആക്ട് 2013 വന്നതിന് ശേഷമാണ് ഭൂമി ഏറ്റെടുത്താൽ ഭൂമിക്ക് കമ്പോള വില കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. അത് UPA സർക്കാരാണ് നടപ്പിലാക്കിയത്. അതിന്റെ ചട്ടങ്ങൾ ഈ സംസ്ഥാനത്ത് നടപ്പിലാക്കിയതും തയ്യാറാക്കിയതും ഉമ്മൻചാണ്ടി സർക്കാരാണ്. നിങ്ങൾ അതിന്റെ ബെനിഫിഷ്യറി ആയി എന്ന് മാത്രമല്ല ഇവിടെ BJPയുടെ പ്രതിനിധിക്ക് ഇതിനെക്കുറിച്ച് പറയാൻ അറിഞ്ഞുകൂടായിട്ടല്ല, നിങ്ങൾ നമ്മൾ അന്തർധാരയുടെ ഭാഗമായിരിക്കാം. ഇവിടെ 10-65,000 കോടി രൂപയുടെ നാഷണൽ ഹൈവേയുടെ വികസനം നടക്കുമ്പോൾ നിങ്ങൾ അതിന്റെ ലാൻഡ് അക്വിസിഷന്റെ 1/4 കിഫ്ബി വഴി ലോൺ എടുത്ത് ആ ലോൺ എടുക്കുന്നതിനെല്ലാം ഇപ്പോൾ ഏതെല്ലാം രീതിയിൽ വരുമാനം ഉണ്ടാക്കാവുന്നതിനെ കുറിച്ച് നിങ്ങൾ ആലോചിച്ചുകൊണ്ടിരിക്കുക, ടോൾ ഉൾപ്പെടെ. അങ്ങനെ പിന്നെ ഓഫ് ബഡ്ജറ്റ് ബോറോയിങ്ങിലൂടെ ലോൺ എടുത്ത് കൊടുത്ത് 25% ലാൻഡ് അക്വിസിഷൻ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അങ്ങനെ ലാൻഡ് അക്വിസിഷൻ ഈ സംസ്ഥാനത്ത് സംജാതമായത്, നാഷണൽ ഹൈവേയുടെ വികസനം സംജാതമായത് UPA സർക്കാരും UDF സർക്കാരും കേന്ദ്രത്തിലും യഥാക്രമം കേന്ദ്രത്തിലും കേരളത്തിലും അധികാരത്തിലും ഉണ്ടായിരുന്നത് കൊണ്ടാണ് എന്ന കാര്യം താങ്കൾ മറന്നു പോകരുത്. താങ്കൾ മറന്നാലും ജനങ്ങൾ ഓർമ്മിക്കും. അതിനുവേണ്ടി മാത്രമാണ് ഞാൻ ആ വാചകം പറയുന്നത്. ഇനി താങ്കൾ പറഞ്ഞു ഗെയിൽ പൈപ്പ് ലൈനെ കുറിച്ച്. ഈ കോൺഗ്രസ് പ്രതിനിധികളുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അത് മറ്റേ കുഞ്ഞൻ നമ്പ്യാരുടെ വാചകമൊക്കെ ഉപയോഗിച്ചാൽ അത് വളരെ, ഞാൻ പറയുന്നില്ല, ഞാൻ അതിലേക്ക് കടക്കുന്നില്ല, എനിക്കൊന്ന് ന്യായീകരിക്കുകയല്ലേ. കുറെ നാളായിട്ട് റെക്കോർഡ് ചെയ്ത് വച്ച കുറെ വാചകങ്ങൾ അദ്ദേഹം പറയാണ്. ദേശീയപാതയ്ക്ക് വേണ്ടി കേരളം 6000 കോടി രൂപ, നമ്മുടെ കടമെടുപ്പ് തോതിൽ 6000 വെട്ടിക്കുറച്ചു, അപ്പൊ 12,000 കോടി രൂപ. ഒരു സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം 12,000 കോടി രൂപ എന്ന് പറഞ്ഞാൽ വലിയ തുകയാണല്ലോ. ആ തുക ചെലവഴിച്ചത് ഞങ്ങൾ 2013 കൊണ്ടുവന്ന നിയമപ്രകാരമാണെന്ന്. 2013 നിങ്ങൾ ഭരിച്ചു, 2014 നിങ്ങൾ ഭരിച്ചു, 2015 നിങ്ങൾ ഭരിച്ചു, 2016 ഏപ്രിൽ വരെ നിങ്ങൾ ഭരിച്ചു. 4 കൊല്ലം ഈ നിയമം കൊണ്ടുവന്നിട്ട് അധികാരത്തിലിരുന്ന പാർട്ടി എന്തേ ഭൂമി ഏറ്റെടുക്കാത്ത? എന്തേ ദേശീയപാത അതോറിറ്റി ആ ഓഫീസൊക്കെ അടച്ചുപൂട്ടി പൂട്ടും താക്കോലുമായി തിരിച്ച് ഡൽഹിക്ക് പോയെ? ഒരിക്കലും ദേശീയപാത കേരളത്തിൽ നടക്കില്ല എന്ന് ദേശീയപാത അതോറിറ്റിയും കേന്ദ്ര ഗവൺമെന്റ് പ്രഖ്യാപിക്കുമ്പോൾ കേന്ദ്രം ഭരിച്ചത് 2014 വരെ നിങ്ങൾ കോൺഗ്രസ് UPA തന്നെയാ. ഒച്ചപ്പാടുണ്ടാക്കണ്ട, കല്ലല്ല ഇത് സ്ഥിരം ശൈലിയാ. അങ്ങാടി തോറ്റതിന് അമ്മയോടെന്ന് പറയുമ്പോ നിങ്ങൾ പറയുന്ന വാദങ്ങൾ തെറ്റുമ്പോ ഒച്ചപ്പാടും ബഹളവും എല്ലാ കോൺഗ്രസ് പ്രതിനിധി അവസാനം ചർച്ചയിൽ 10 മിനിറ്റ് നടത്തുന്നതാ. നിങ്ങൾ ഭരിച്ചു 2014, 2015, 2016 കേരളം ഭരിച്ച നിങ്ങളാ. ആ സമയത്താണ് ദേശീയപാത അതോറിറ്റി തിരിച്ചുപോയെ. ഞങ്ങൾ എന്താ പറഞ്ഞേ? ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ദേശീയപാത 60 മീറ്റർ ആക്കി വർദ്ധിപ്പിച്ച് ഞങ്ങൾ തിരിച്ചു കൊണ്ടുവരുമെന്ന് പറഞ്ഞു. വയൽക്കിളികളുടെ സമരത്തിന്റെ മുന്നിൽ നിന്നതാരാ? മുന്നിൽ നിന്ന് K. സുധാകരനും ഇതേ ചെന്നിത്തലയും അതേ VD സതീശനും B. ഗോപാലകൃഷ്ണനും അതുപോലെ BJPയുടെ സമുന്നതരായ നേതാക്കന്മാരാണ് വയൽക്കിളികളുടെ സമരത്തിന് മുന്നിൽ നിന്ന്. കീഴാറ്റൂർ സമരത്തിന്റെ മുന്നിൽ നിന്നതാരാ? BJPയും കോൺഗ്രസും ലീഗും ജമാഅത്തെ ഇസ്ലാമിയും പോപ്പുലർ ഫണ്ടും എല്ലാം തോളത്ത് കൈയിട്ട് ഒരേ സൗണ്ടോടെയാണ് കീഴാറ്റൂർ സമരവും വയൽക്കിളികളുടെ സമരവും നടത്തിയത്. റോട്ടിൽ നിസ്കാരപ്പായ വിരിച്ച് നിങ്ങൾ സമരം നടത്തുമ്പോഴും ഗ്യാസ് കുറ്റി നെഞ്ചത്ത് കെട്ടി സമരം നടത്തുമ്പോഴുമെല്ലാം നിങ്ങൾ പറഞ്ഞത് ഈ പദ്ധതി കേരളത്തിൽ ഇനി വേണ്ട എന്ന. ആ പദ്ധതി കേരളത്തിൽ കൊണ്ടുവന്ന് സമയബന്ധിതമായി പൂർത്തീകരിച്ച് നാടിനെ സമർപ്പിക്കുകയാണെങ്കിൽ ആ പിണറായി വിജയനെ ഞങ്ങൾ അംഗീകരിക്കാം എന്ന് പറഞ്ഞത് BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് K. സുരേന്ദ്രനാ. എവിടെ K. സുരേന്ദ്രൻ? ദേശീയപാത അതോറിറ്റിയുടെ പണി കേരളത്തിൽ തുടങ്ങിയാൽ, ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി കേരളത്തിൽ തുടങ്ങിയാൽ, പൂർത്തീകരിച്ചാൽ ഈ പിണറായി വിജയനെ ഞങ്ങൾ അംഗീകരിക്കാമെന്ന് പറഞ്ഞ് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടയാളാണ് K. സുധാകരൻ. സുരേന്ദ്രൻ എവിടെ? K. സുരേന്ദ്രൻ വികസന പ്രവർത്തനങ്ങളുടെ അജണ്ട കൃത്യമായി പൂർത്തീകരിച്ച് വാക്കുപാലിച്ച് ഞങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ നുണപ്രചരണം നടത്തുക. 2, കാലിക്കറ്റ് സർവകലാശാലയിൽ കമ്പ്യൂട്ടർ വൽക്കരണത്തിന് സമരം നടത്തിയ പാർട്ടിയുടെ പേര് കോൺഗ്രസിന്റെ സംഘടന. കമ്പ്യൂട്ടർ വരുമ്പോ തൊഴിൽ നഷ്ടപ്പെടുന്നവരെ കൂടി അഡ്രസ് ചെയ്യണം എന്ന മുദ്രാവാക്യം മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതൊരിക്കലും കമ്പ്യൂട്ടർ വൽക്കരണത്തിന് എതിരല്ല. നിങ്ങളാണ് കാലിക്കറ്റ് സർവകലാശാലയിൽ സമരം നടത്തിയത്. ഗെയിൽ പൈപ്പ് ലൈനിന്റെ എന്താ നിങ്ങൾ പറയുന്നത്? ഈ P. രാജീവ് അത് എന്തോ പൈപ്പ് ബോംബ് ഉണ്ട് എന്ന് പറഞ്ഞ വീഡിയോ താങ്കൾ കാണിക്ക്, ഓഡിയോ നിങ്ങൾ കാണിക്ക്. ആദ്യം പറഞ്ഞല്ലോ പ്രതിപക്ഷ നേതാവ് കേരളത്തിൽ വ്യവസായ സൗഹൃദം എന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞ വീഡിയോ ഞാൻ ഷാനിക്ക് അയച്ചു കൊടുത്തു. എന്തിയാ കാണിക്കാത്തത്? ഇതൊക്കെ കേരളത്തിന്റെ പൊതുസമൂഹത്തിലുണ്ട്. 10% നഷ്ടപരിഹാരമാണ് ഭൂമി വിലയുടെ ഗെയിൽ പൈപ്പ് ലൈൻ പദ്ധതി മണ്ണിന്റെ അടിയിലൂടെ പോകുമ്പോൾ കിട്ടിക്കൊണ്ടിരുന്നത്. അതായത് ഭൂമി വിലയുടെ 10%. എന്നാൽ ഭൂമി മൊത്തത്തിൽ ഏറ്റെടുത്താൽ
ഭൂമി വില കിട്ടും. ആ ഒരു സാഹചര്യത്തിൽ 10-1 വില കിട്ടുന്ന സാഹചര്യം. അതുകൊണ്ട് അർഹമായിട്ടുള്ള നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് CPM ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത് ആ പദ്ധതിക്കെതിരായിട്ടല്ല. നിങ്ങൾ കുറെ നാളായിട്ട് പറയണ്ടല്ലോ നെഞ്ചത്തുകൂടി വിമാനം ഇറക്കിയാലും പദ്ധതി അനുവദിക്കില്ല എന്ന് എസ് ശർമ്മ പറഞ്ഞു എന്ന്. എന്താ പറഞ്ഞ്? ഭൂമി നഷ്ടപ്പെടുന്ന ആയിരക്കണക്കിന് ആളുകളെ കൂടി അഡ്രസ് ചെയ്യണമെന്നാ പറഞ്ഞത്. കണ്ണൂരിലെ വിമാനത്താവളം പശുവിനെ മേയ്ക്കുന്ന തോട്ടം കാണിച്ച് പാടം കാണിച്ചിട്ട് ഉദ്ഘാടനം ചെയ്ത ചരിത്രമല്ല മെട്രോ. എത്ര നുണയാ നിങ്ങൾ പറഞ്ഞേ? ഇവിടെ മെട്രോമാൻ, സാക്ഷാൽ മെട്രോമാൻ പറഞ്ഞില്ലേ മിസ്റ്റർ, സാക്ഷാൽ മെട്രോമാൻ പറഞ്ഞില്ലേ ശ്രീ പി രാജീവ് ഇല്ല, LDF ഇല്ലെങ്കിൽ ഈ പദ്ധതി ഇല്ല എന്ന്. ഡൽഹി പോയി സമരം നടത്തി, മനുഷ്യച്ചങ്ങല നടത്തി, എത്രയോ സമരം നടത്തിയ ആളെ അങ്ങ് ആക്രമിക്കുകയാണ്. നിങ്ങൾ ഈ ആക്രമണത്തിന്റെയും നുണപ്രചരണങ്ങളുടെയും പുറകെ അങ്ങനെ പോകും. നിങ്ങൾ പറഞ്ഞില്ലേ ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ ലൈഫ് മിഷൻ പിരിച്ചുവിടും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ പൊതുവിദ്യാഭ്യാസം അവസാനിപ്പിക്കും, ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ കേരള ബാങ്ക് പിരിച്ചുവിടുന്ന നിങ്ങളുടെ UDF കൺവീനറാ 2021 പറഞ്ഞത്. ജനം പറഞ്ഞില്ലേ നിങ്ങൾ ഒരിക്കലും അധികാരത്തിൽ വരണ്ട, നിങ്ങൾ ആജീവനാന്ത പ്രതിപക്ഷമായിട്ട് ഇരുന്നോളാൻ ജനം പറഞ്ഞു. അതേ സാഹചര്യം ഇപ്പൊ കേരളത്തിലുണ്ട്. പ്രതിപക്ഷ നേതാവ് കേരള വിരുദ്ധനായി മാറി നുണ പ്രചരിപ്പിക്കുന്നു. പോട്ടെ സാർ.